നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനലിൽ FC ബാഴ്സലോണയിൽ നിന്നേറ്റ നാണക്കേട് റയൽ മാഡ്രിഡ് തലപ്പത്ത് മാറ്റമുണ്ടാക്കുമോ എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്നൊരു സമയമാണ്. പലതരത്തിലുള്ള വാർത്തകൾ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് പരിശോധിക്കുകയാണ്. ആഞ്ചലോട്ടി പുറത്തേക്ക് പോകുമോ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. ഇപ്പോൾ റിലീവോ റിപ്പോർട്ട് ചെയ്തത് ചില റയൽ മാഡ്രിഡ് പ്ലെയേഴ്സ് ആഞ്ചലോട്ടിയുടെ കീഴിൽ അൺഹാപ്പിയാണ്. കാരണം ആഞ്ചലോട്ടി ചില താരങ്ങളോട് വളരെ സോഫ്റ്റാണ്, അതേസമയം മറ്റു ചിലരോട് വളരെ ഹാർഷായിട്ടാണ് പെരുമാറുന്നത് എന്ന അഭിപ്രായം പലർക്കുമുണ്ട് എന്ന് റിലീവോ റിപ്പോർട്ട് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ വർഷത്തെ റിസൾട്ട് വളരെ മോശമാണ്. വമ്പൻ മത്സരങ്ങളിൽ നോക്കുക, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബാഴ്സലോണ, മിലാന്, ലിവർപൂള്, അത്ലറ്റിക് ക്ലബ്ബ് ഇങ്ങനെയുള്ള ടീമുകളോട് ഒക്കെ ഏറ്റുമുട്ടിയ സമയത്ത് വമ്പന്മാരോട് 6 മത്സരങ്ങൾ കളിച്ചതിൽ 5 തോൽവികളാണ്, ഒരു സമനില, 0 വിജയങ്ങളാണ്. ഇതാണ് അവസ്ഥ. സോ വമ്പൻ ടീമുകളോട് റയലിന് മുട്ടിടിക്കുന്നു എന്നുള്ളൊരു വാദം എന്തായാലും ഉണ്ട്. സോ ഇതെല്ലാം കൂടി ആഞ്ചലോട്ടി പുറത്തേക്ക് പോകാനുള്ള വഴിയൊരുക്കുമോ എന്നുള്ളതാണ് ചർച്ച. പക്ഷേ കൃത്യമായിട്ട് ചില സോഴ്സുകൾ മാഡ്രിഡിൽ നിന്ന് നൽകുന്ന വിവരം, റയൽ മാഡ്രിഡ് ആഞ്ചലോട്ടിയിൽ വളരെ കോൺഫിഡൻ്റ് ആണ്. അദ്ദേഹത്തിന് ഈ അവസ്ഥ മാറ്റിമറിക്കാൻ കഴിയും എന്നാണ് ഫ്ലോറന്റീനോ പെരസ് അടക്കമുള്ളവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ തലപ്പത്ത് മാറ്റം ഉണ്ടാവില്ല എന്നതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചന. ഇനി ഈ സീസണിൽ പെട്ടെന്ന് എന്തെങ്കിലും അർജൻസീനയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സൊളാരിയ സ്ഥാനത്തേക്ക് വരും എന്നുകൂടി, അതായത് ഇൻട്രീം കോച്ചിൻ്റെ റോളിലേക്ക് വരും എന്നുകൂടി റിപ്പോർട്ടുകളുണ്ട്. ഷാബി അലോൺസോയെ ഇപ്പോൾ പരിഗണിക്കുന്നില്ല, പക്ഷെ വരും മാസങ്ങളിലോ വർഷങ്ങളിലോ ഒക്കെ അദ്ദേഹത്തിൻ്റെ പേര് റയൽ മാഡ്രിഡുമായിട്ട് ചേർത്ത് പറയപ്പെട്ടാൽ അത്ഭുതപ്പെടാനില്ല എന്ന് ഫെബ്രിസിയോ റൊമാനോയും പറയുന്നു. ചുരുക്കത്തിൽ നിലവിൽ ഇപ്പോൾ ആഞ്ചലോട്ടിയുടെ സ്ഥാനത്തിന് ഒരു ഭീഷണിയുമില്ല. എന്നാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി താരങ്ങളെ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. അങ്ങനെ ഒരു സൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നാണ് റയൽ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.